പീപ്പിൾസ് മിഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് നടക്കുന്ന വായനശാലകളിലുള്ള ഇടപെടലുകൾ അത് ഈ സെമിനാറിൽ നിന്നും പല രീതിയിൽ എനിക്ക് അതിന്റെ ഭാഗമാവാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ ചർച്ചകൾ വിപുലീകരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് ഇന്നത്തെ സെമിനാർ. ഇതിൽ പങ്കെടുക്കുന്ന പലരും ഇതിൽ എന്നേക്കാൾ കൂടുതൽ അറിവുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ഇതിൽ പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. വായനശാലകളുടെ കണ്ണൂർ ജില്ലയിൽ ഈ ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നമ്മൾ വളരെ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഏകദേശം ഒരു 70% പഞ്ചായത്തുകളും എല്ലാ വാർഡുകളിലേക്കും നമുക്ക് വായനശാലകൾ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. വായനശാലകൾ പുതിയതായിട്ട് തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട്. അതിന് രജിസ്ട്രേഷൻ അപ്ലിക്കേഷൻ എല്ലാം എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ചുരുക്കം ചില പഞ്ചായത്തുകൾ നമ്മൾ മെയ് മാസം അവസാനത്തോടുകൂടി അത് ചെയ്യുകയും മറ്റുള്ളവ ഓഗസ്റ്റ് ടാർഗറ്റ് വെച്ചിട്ടാണ് ബഹുമാനപ്പെട്ട MP തന്നെ മുന്നിട്ട് ഇറങ്ങി ആ കാര്യം പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇതിന് ഈ ഒരു പ്രയത്നം എന്തിനാണ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ പല മീറ്റിങ്ങുകളിലും ചർച്ച ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒരു കളക്ടർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചത് എനിക്ക് മനസ്സിലായത്, നമ്മുടെ നാട്ടിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെയധികം വിപത്തുകളുണ്ട്. പ്രത്യേകിച്ചും യുവതലമുറയെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവർ ഭാഗമാകുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സിറ്റി കമ്മീഷൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും കൂട്ടായിട്ട് ചർച്ച ചെയ്യുന്ന കാര്യമാണ് ലഹരി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. കുട്ടികളിലും അതേപോലെ യുവജനങ്ങളിലുള്ള അക്രമാസക്തമായിട്ടുള്ള ടെൻഡൻസികൾ, ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. ഇതിൽ എൻ്റെ ഒരു റീഡിങ് എന്നുള്ളത് ഈ കാര്യങ്ങൾക്കെല്ലാം റൂട്ട് കോസ് എന്ന് പറയാൻ പറ്റുന്നത് നമ്മുടെ നാട്ടിൽ കുറഞ്ഞു വരുന്ന പൊതുസ്ഥലങ്ങളുടെ പൊതു ഇടപെടലുകളുടെ ഒരു കുറവാണ്. നമുക്കറിയാം, എനിക്ക് എൻ്റെ ഒരു കുട്ടിക്കാലത്തില്ല, അത്രയും വയസ്സൊന്നുമായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കാലത്തുമെല്ലാം നമ്മുടെ നാട്ടിൽ കളിസ്ഥലങ്ങളും അതേപോലെ തന്നെ വായനശാലകളും ക്ലബുകളും എല്ലാം വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കാലമാണ്. അപ്പോൾ നമ്മുടെ ഡിജിറ്റൽ മീഡിയ എല്ലാം വരുന്നതിന് മുമ്പ്, സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ മീഡിയ, അതേപോലെ തന്നെ ന്യൂസ് ചാനലുകളും ഇതെല്ലാം വരുന്നതിന് മുമ്പ് ജനങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് യുവാക്കളും കുട്ടികളും എല്ലാം പരസ്പരം കണ്ടിരുന്നതും പരിചയപ്പെട്ടിരുന്നതും ഇടപഴകിയിരുന്നതെല്ലാം പൊതുസ്ഥലങ്ങൾ വെച്ചിട്ടാണ്. ഇപ്പോൾ ആ പൊതുസ്ഥലങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ അവിടേക്ക് മാതാപിതാക്കൾക്ക് കുട്ടികളെ പറഞ്ഞുവിടാനുള്ള ഒരു ഭയം എന്നുള്ളത് കൂടി നമ്മുടെ നാട്ടിലുണ്ട് എന്നതാണ് എനിക്ക് മനസ്സിലായത്. ഒരു പരിസരത്തേക്ക് ഒരു കുട്ടിയെ, വീട്ടിലേക്ക് സ്കൂൾ കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടിയെ ഒരു പരിസരത്തേക്ക് പറഞ്ഞ് അയക്കുന്ന എത്ര മാതാപിതാക്കൾ ഉണ്ടാവും എന്ന കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. അതൊരു വീട്ടിലിരിക്കും സുരക്ഷിതരായിട്ട് ഇരിക്കൂ എന്നുള്ളൊരു സന്ദേശമാണ് കൊടുക്കാൻ ശ്രമിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത്. അത് അവരെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവരും വാർത്തകളും അല്ലാതെയും വായിക്കുന്നു അറിയുന്നതെല്ലാം നേരത്തെ പറഞ്ഞ വിഷയങ്ങളെ കുറിച്ചാണ്. ഒരു കുട്ടി പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്തെല്ലാം രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകാം എന്നതിനെ കുറിച്ചാണ് ഒരു കുടുംബത്തിലുള്ള വ്യക്തികൾ ആകുന്നതാണ്. അപ്പോ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്നുള്ള അപകടം പറ്റുമെന്നുള്ള കാര്യത്തെ കുറിച്ച് ആകുലരായിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ സുരക്ഷിതമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് വേണ്ട രീതിയിലുള്ള കുട്ടികൾക്കും യുവജനങ്ങൾക്കും വരുന്ന തലമുറയ്ക്ക് ഇവരെക്കാൾ മെച്ചുവറായിട്ടുള്ള ആളുകൾ, ഇവരെക്കാൾ മുതിർന്ന ആളുകൾ, ഇവരെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളുകൾ ആയിട്ട് ഇടപെടാനുള്ള വിവിധ സമൂഹത്തിലെ വിവിധ തലങ്ങളിൽ നിന്നുള്ള മേഖലകളിൽ നിന്നുള്ള ആളുകളുമായിട്ട് പരിചയ സമ്പന്നമായിട്ടുള്ള ആളുകളുമായിട്ടെല്ലാം ഇടപഴകാൻ പറ്റുന്ന സ്ഥലങ്ങൾ കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളോ. അപ്പൊ അതിൽ ഏറ്റവും ശ്രദ്ധ അറിയിക്കേണ്ട ഒരു വിഷയമാണ് ലൈബ്രറികളുടെ കാര്യം. അപ്പോൾ ഒരുപാട് കളിസ്ഥലങ്ങളും ക്ലബുകളെല്ലാം നമ്മുടെ നാട്ടിൽ വളരെ ഉണ്ട്. പ്രത്യേകിച്ച് കണ്ണൂർ എനിക്ക് മനസ്സിലായത് ഏറ്റവും കൂടുതൽ ലൈബ്രറികൾ ഓൾറെഡി ഉള്ള ജില്ലയാണ് കണ്ണൂർ. അതേപോലെ തന്നെ ക്ലബുകളുടെ കാര്യത്തിലായിട്ട് വളരെ ആക്റ്റീവായിട്ട് ക്ലബുകളുള്ള പല പ്രദേശങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ലൈബ്രറികൾ എന്നുള്ളത് അല്ലെങ്കിൽ വായനശാലകൾ എന്നുള്ളത് ആളുകൾ വന്ന് പുസ്തകങ്ങൾ എടുക്കുന്ന ഒരു സ്ഥലം മാത്രമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പരസ്പരം വിജ്ഞാനമല്ല അല്ലെങ്കിൽ അവരുടെ വിസ്ഡം എന്നുള്ള പരസ്പരം ആർജിച്ച അറിവും അവരുടെ പരിചയ സമ്പന്നമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ ചുറ്റുമുള്ളവർക്ക് ഇടപഴകാനുള്ള ഒരു ഫിസിക്കൽ സ്പേസ് എന്നുള്ളതാണ് ലൈബ്രറികളിൽ ഉദ്ദേശിക്കുന്നതെന്ന് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പോൾ വായിക്കുമെങ്കിൽ ആക്ച്വലി ലൈബ്രറി പോകണമെന്ന്. ഇപ്പോൾ ഞാൻ ലൈബ്രറിയിൽ പോയിട്ട് വർഷങ്ങളായി. പുസ്തകങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക്
ഓൺലൈനായിട്ട് അടക്കം വാങ്ങിച്ച് വീട്ടിലേക്ക് വരുത്താം, അല്ലെങ്കിൽ ഡിജിറ്റലായിട്ട് വായിക്കാൻ സാധിക്കും. പത്രം വായിക്കുന്ന ഒരു പത്രം വീട്ടിലേക്ക് വരുത്തുന്ന പോലെ ആവശ്യമില്ല, ഡിജിറ്റലായിട്ട് വായിക്കാൻ സാധിക്കും. പക്ഷെ ഒരു ലൈബ്രറി എന്നുള്ളൊരു ഫിസിക്കൽ സ്പേസ് എന്നുള്ളത് ഇങ്ങനെ നേരത്തെ പറഞ്ഞ ഒരു സോഷ്യൽ സ്പേസ് ആണ്, ഒരു സമൂഹത്തിന് ആവശ്യമുള്ള ഒരു സോഷ്യൽ സ്പേസ് ആണ്. ഏതോ ഒരു യൂറോപ്യൻ ഒരു ഫിലോസഫറുടെ ഒരു തിയറി കൂടിയുണ്ട്, തേർഡ് പ്ലേസുകൾ എന്നുള്ളൊരു തിയറി. സമൂഹത്തിൽ തേർഡ് പ്ലേസുകൾ ഇല്ലാതാവുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അതായത് വീട്, ജോലിസ്ഥലം, അതിനുശേഷം നമുക്ക് പോകാൻ പറ്റുന്ന ഒരു തേർഡ് പ്ലേസസ്, അത് നമ്മുടെ നാട്ടിൽ ഉണ്ടോ എന്നുള്ളത്. പണ്ട് ചായക്കടകളടക്കം തേർഡ് പ്ലേസസ് നമ്മുടെ നാട്ടിൽ ആളുകൾക്ക് പോയി സംസാരിക്കാൻ കഴിയുന്ന, പരസ്പരം മറ്റു ഡിവിഷൻസ് ഒന്നും ഇല്ലാതെ, മതമോ അല്ലെങ്കിൽ ജാതിയോ അല്ലെങ്കിൽ സമ്പത്തിന്റെ ഒരു ഡിവിഷൻ ഇല്ലാതെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന സ്പേസ് നമ്മുടെ നാട്ടിലുണ്ട്. ആ സ്പേസിൽ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു ആവശ്യമുള്ളത്. അത് സൂചിപ്പിച്ച എല്ലാ തരത്തിലുള്ള ഒരു സാമൂഹികമായിട്ടുള്ള വിപത്തുകൾക്കെല്ലാം പ്രതിവിധി എന്നുള്ളത് ആളുകൾ തുറന്ന് സംസാരിക്കുന്ന അല്ലെങ്കിൽ തുറന്ന് ഇടപഴകുന്ന സ്ഥലങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ എക്സിബിഷൻ ഇങ്ങനെയുള്ള ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ക്യാമ്പയിനാണ്. എല്ലാ വാർഡുകളിലേക്കും ലൈബ്രറികൾ എത്തിക്കാൻ വേണ്ടിയിട്ട് അത് വലിയൊരു, ഞാൻ ആദ്യം കേട്ടപ്പോൾ ശരിക്കും ഞാൻ കുറച്ചൊന്ന് ഷോർട്ടായിട്ടാണ് കാര്യം കേട്ടത്. ഇത് നമുക്ക് റിയാലിറ്റിയിലൊക്കെ ആക്കാൻ പറ്റുമോ, ഇത് സാധിക്കുന്ന ഒരു കാര്യമാണെന്ന് പോലും എനിക്ക് സംശയമില്ല. പക്ഷെ അത് വളരെ പിന്നിലുള്ള ടീം, നയിക്കുന്ന ടീം വളരെ മെറ്റിക്കുലസ് ആയിട്ട് ഈ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ജനങ്ങളെ കൊണ്ടുവരാനും കാര്യത്തിന്റെ ആവശ്യകത പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു സെമിനാറാണ്. ഈ ടോപ്പിക്ക് തന്നെ വായനശാലകളും സാമൂഹിക ഇടപെടലുകളും എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഇതിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും ഈ പറയുന്ന വാർഡ് തലത്തിലേക്ക് എത്തിക്കുന്ന ഈ കാര്യത്തിൽ വളരെയധികം നമ്മൾ പ്രയത്നിച്ച് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും കണ്ട് ഈ വർഷം അവസാനിക്കുന്നതിന് മുന്നേ തന്നെ ഒരു രാജ്യത്തിനും ലോകത്തിനും മാതൃകയാവുന്ന ഒരു ജില്ലയായിട്ട് മാറും. ഈ ഒരു അച്ചീവ്മെന്റിലേക്ക് നമ്മൾ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സമയം. അപ്പോൾ ഇതിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങൾ, ഈ സെമിനാറിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു മൂവ്മെന്റിന് അതിന്റെ ശക്തി പകരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിന് മുൻകൈ എടുക്കുന്നല്ല അതിന്റെ പീപ്പിൾസ് മിഷന്റെ ഭാരവാഹികൾ, അതേപോലെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നവർ. പറഞ്ഞ ഇതൊരു ജനകീയമായിട്ടൊരു ക്യാമ്പയിനാണ്. എല്ലാ വാർഡിലും വാർഡ് മെമ്പർമാരടക്കം വാർഡ് മെമ്പർമാരുടെ കീഴിൽ അല്ലെങ്കിൽ വാർഡ് മെമ്പറുടെ സഹായിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം വളണ്ടിയേഴ്സിന്റെ ഭാഗമായിട്ടുണ്ട്. പുസ്തകങ്ങളടക്കം ലൈബ്രറിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് നടത്തിയിട്ടുണ്ട്. ഇവരെല്ലാം വലിയൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ ഒരു സെമിനാർ അതേപോലെ തന്നെ എക്സിബിഷന്റെ മുന്നോട്ടുള്ള പ്രയത്നങ്ങൾക്കെല്ലാം എല്ലാവിധ ആശംസകളും വേണ്ടി പ്രോഗ്രാമിൽ ക്ഷണിച്ചത് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്.